ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീരവിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ രാത്രിയിൽ നന്നായിട്ട് മഴ തകർത്തങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു 9 മണി ആ ഒരു സമയത്തൊക്കെ തുടങ്ങിയ മഴയായിരുന്നു, രാവിലെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ ഒരു ചെറിയൊരു മഴക്കോള് പോലെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. സൂര്യൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മഴയൊക്കെ പെയ്തതുകൊണ്ട് നമ്മൾ ചേമ്പും ചേനയും ഒക്കെ എല്ലാം ഏകദേശം ഇപ്പോൾ ഒന്ന് നനവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് കിളിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചീര വിളവെടുക്കണം. പച്ചച്ചീര എല്ലാം മഴയെല്ലാം പെയ്ത് നല്ല കുതിർന്ന് നിൽക്കുകയാണ്. നന്നായിട്ട് മണ്ണെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചീര പറിക്കാനായിട്ട് പോവാം. ചീര പറിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഷോ കാണിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യമല്ലേ ഉള്ളൂ ചീരയൊക്കെ. ഒന്നാമത് ഈ ഒരു പച്ചച്ചീര എന്ന് പറയുമ്പോൾ കണ്ണിന് തന്നെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു കുളിർമയാണ്. അപ്പം ചീര നമുക്ക് പറിച്ചെടുക്കാം. ഇത് ആണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ആ തണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി കിളിച്ച് വരുന്നതാണ്. ഇത് ചുവന്ന ചീരയേക്കാൾ അത്യാവശ്യം വേഗത്തിൽ വളരുന്നൊരു സംഭവമാണിത്. പിന്നെ നല്ല പൊക്കവും വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു 1-2 ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോരൻ വെക്കാനും ഒക്കെ ആയിട്ട് എടുക്കാം. പിന്നെ ഇലക്കറികളെല്ലാം തന്നെ ഗുണമുള്ളതാണല്ലോ. അപ്പോൾ ഞാനിത് ഒരു ചേച്ചിയുടെ നിന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ. 1-2 എങ്ങാണ്ടൊക്കെ ഉള്ളായിരുന്നു. അത് പിന്നെ അരിയൊക്കെ ആയിട്ട് പിന്നെ ആ അരി സൂക്ഷിച്ചൊക്കെ വെച്ചിട്ട് ഇപ്രാവശ്യം അങ്ങനെ പാകി കിളിപ്പിച്ചെടുത്താണ്. ഞാൻ ഒരിക്കൽ ഒരു കടയുടെ ഇവിടെ എന്തോ പോയപ്പോൾ ഒരു വീട്ടിലിങ്ങനെ കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മേടിച്ചതായിരുന്നു. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ ഫുള്ള് നട്ട് വെക്കുകയാണ് കേട്ടോ അവർ. ഞാൻ ആ ചെന്ന സമയത്ത് അവരത് ഫുള്ള് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നൊരു സമയത്തായിരുന്നു. പിന്നെ നമ്മുടെ പയറുണ്ടല്ലോ, അന്ന് ഞാൻ കമ്പ് കുത്തിയത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അന്ന് ജസ്റ്റ് ഒന്ന് കയറി തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ അങ്ങ് മുകൾ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറുതായിട്ട് ചെറിയ കീടങ്ങളുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലും ഏകദേശം ഒന്ന് കയറി വന്നിട്ടുണ്ട്. പിന്നെ ചീരയെല്ലാം നന്നായിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം പൊടിയും മണ്ണും ഒക്കെ ഉണ്ട്. പിന്നെ മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സംഭവം കണ്ടോ, ഞാൻ പച്ചക്കറി എന്തോ വാങ്ങാൻ പോയ സമയത്ത് കണ്ടാണ് കേട്ടോ ഈ ഉണ്ടമുളക്. ഇതെൻ്റെ വീക്ക്നെസ് ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ തേങ്ങയിൽ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ബാക്കി അവസാനം വീഡിയോയിൽ കാണിക്കാവേ. അത് ഞാൻ പാകിയൊക്കെ നടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ തോരനെല്ലാം ഏകദേശം ഇതേ കണ്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചാൽ മതി. അപ്പോൾ പച്ചച്ചീരയ്ക്ക് നമ്മൾ അധികം വലിയ വേവൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും. പിന്നെ അധികം ഇത് വേവിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ നമുക്ക് മീൻ വറുത്തതും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഏതോ മറ്റെന്തോ ആറ്റ് സിലോപ്പി അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. പിന്നെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറേ തോരൻ ഉണ്ടായിരുന്നു, നമ്മുടെ കാത്തോരൻ, പിന്നെ കൂമ്പ് തോരൻ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒഴിച്ചുകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൈര് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ തൈര് എനിക്ക് അൾസറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തൈര് നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമുക്കിവിടെ ഒരു ചേനയും കൂടെ നടാനുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും നടണമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും നമ്മളിവിടെ കപ്പയാണ് നടാറുള്ളത്. പിന്നെ ഇപ്രാവശ്യം ഈ ഒരു ചേനയും കൂടെ നടാമെന്ന് കരുതി. നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ കുറേ ചേനയൊക്കെ കിട്ടിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നടാനായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലും ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പുറത്ത് ഒരു പാലച്ചെടി നിൽപ്പുണ്ട്. ആ പാലച്ചെടിയുടെ വേര് മൊത്തം ഇവിടോട്ടാണ് വരുന്നത്. അത് നമ്മൾ എത്ര അത് കട്ട് ചെയ്ത് കളഞ്ഞാലും പിന്നെയും ഇവിടെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നട്ടു വെക്കുകയാണ്. Rira.
അങ്ങനെ ചേനനടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 1 മാസം എടുക്കും ഇത് മുളച്ച് വരാനായിട്ട്. അപ്പോൾ അന്നേരം ഞാൻ കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടിട്ടുള്ള വഴുതന കണ്ടോ? പിന്നെ രാത്രിയിലുള്ള ആ മഴയിലൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് നട്ട് കൊടുത്താലും അതിൻ്റെ ചുവട്ടിൽ പൊത ഇട്ട് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ കരിയിലൊക്കെ ഇട്ട് കൊടുക്കണം. ഒന്നാമത് ഇപ്പോൾ ചൂടും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളമൊക്കെ വറ്റിപ്പോവും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇഞ്ചിയുടെ നട്ടതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആണെങ്കിലും ഞാൻ പൊതയൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ അതെല്ലാം പകുതിയെല്ലാം കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു പയർ ബാക്കി നട്ടതിനും കൂടെ ഒന്ന് കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഹൈബ്രിഡ് പയറായതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ വള്ളിയൊക്കെ നന്നായിട്ട് എന്താ പറയുക, ബാക്കി പയറുകളെല്ലാം കയറി തുടങ്ങിയപ്പോൾ ഇവർക്കും കൂടെ കയറണമല്ലോ. അങ്ങനെ ഞാൻ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് കമ്പായിരുന്നു കേട്ടോ നമ്മൾ വെട്ടിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് പാറത്താളി അല്ലെങ്കിൽ പാടത്താളി എന്ന് പറയുക. ഇത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിരുന്നു. ഇത് അത്യാവശ്യം ഔഷധ ഗുണമൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇത് ഞാൻ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇത് സാധാരണ പാടത്തിലോ അല്ലെങ്കിൽ ഈ പാറയൊക്കെ ഉള്ളിടത്ത് കാണുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ ഇതിനകത്തൊരു കിഴങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് തലയിലൊക്കെ ഇതിൻ്റെ ഇല ഞെരടി തേക്കാൻ നല്ലതാണ്. താരനൊക്കെ പോകാനായിട്ടാണെങ്കിലും ഒക്കെ. ഇത് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഞെരടിയാൽ തന്നെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ചെമ്പരത്തി ഇലയേക്കാളും നല്ലതാണ്. അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഒരു ജ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജെല്ല് പോലെയൊക്കെ ആയി വരും. അത്യാവശ്യം നല്ല കറുത്തിട്ടൊക്കെ നല്ലതാണ്. പിന്നെ ഇതുണ്ടോ, ഇത് ഞാൻ ആ മുമ്പേ കാണിച്ചിട്ടുള്ള മുളകും വയലറ്റ് ഉണ്ടമുളകും പിന്നെ വെള്ളക്കാന്താരിയുടെ അരിയും കൂടാണ്. ഇത് ഞാൻ കുറേ ദിവസമായിട്ട് ഇതൊന്ന് നടണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോവും. പിന്നെ ഇപ്പം വീഡിയോയും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയെല്ലാം താമസിച്ച് അവിടെ വെച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടമുളക് മേടിച്ചത്. അപ്പോൾ പിന്നെ അതും കൂടെ നട്ടു വെക്കാമെന്ന് കരുതി. ഇത് എനിക്ക് തോന്നുന്നു മാലിമുളകാണോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇതിനകത്തൊരു വയലറ്റ് കളറും കൂടെ ആ ഒരു മുളകിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഈ നട്ടൊക്കെ വെക്കുകയാണ്. പക്ഷേ അതിനെനിക്ക് തോന്നുന്നു വലിയതായിട്ടൊരു പാലിൻ്റെ ആ ഒരു മണമൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര എരിവായിരുന്നു. അത് പച്ചമുളകിനേക്കാളും നല്ല എരിവായിരുന്നു സംഭവം. 100 ഗ്രാമിന് അങ്ങോട്ട് 40 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മുളകിന്. പിന്നെ ഇത് വയലറ്റ് ഉണ്ടമുളകിന് നല്ലൊരു പാലിൻ്റെ മണമൊക്കെ ഉണ്ട്. അതെൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പിന്നെ വെള്ളക്കാന്താരിയും കൂടെ ഞാൻ ഒരുമിച്ച് നട്ടിട്ടുണ്ട്. അപ്പം വയലറ്റ് ഉണ്ടമുളകിന് തണ്ടൊരു വയലറ്റ് കളർ വരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാം പാകി വെക്കുകയാണ്. അപ്പോൾ ഇതിനി കിളിച്ച് വരുമ്പോൾ കാണിക്കാം. പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു താളിയൊക്കെ എടുത്തിട്ടൊന്ന് ഹെയറിലിടുകയാണ്. കുറേ ദിവസമായി ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് കുറേ എൻ്റെ തലയിൽ നന്നായിട്ട് ഊരി പോവുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കോഴ്സ് പോലെ ചെയ്യും. എന്തെങ്കിലും ഹെയർ പാക്കോ ഫേസ് പാക്കോ എന്തെങ്കിലും ചെയ്യും. പിന്നെ കുറച്ച് നാൾ അത് ഞാൻ ചെയ്യാതിരിക്കും. അങ്ങനെയാണ്. എനിക്ക് പിന്നെ ഒന്നാമത് ഈ ഒരു തൊണ്ടയുടെ ഉള്ളോട്ടൊക്കെ ചില സമയത്ത് ഇൻഫെക്ഷനൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് ഞാൻ ചെമ്പരത്തി താളിയും വേപ്പിലയും ഉലുവയൊക്കെ ആയിരുന്നു കേട്ടോ തലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രണ്ടിൽ ഇത്രയും പാടത്താള് നിൽക്കുന്നത് കണ്ടത്. പിന്നെ ഫേസ് പാക്ക് ഞാൻ ഇടുകയാണ്. ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതായിരുന്നു. കുറേ ഞാൻ വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ടാനായി. പിന്നെ എൻ്റെ വാം അണ്ടർ ടോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ടാൻ അടിക്കും. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് മാറ്റം വരാറുണ്ട്. പക്ഷേ നമ്മളിത് ഒരു 1-2 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ തന്നെ ചെയ്യണം, എന്നാലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ ക്യാരറ്റൊക്കെയാണ്. ക്യാരറ്റും അരിപ്പൊടിയും സംഭവങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാറുണ്ട്. എനിക്കിത് നല്ലൊരു എഫക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ കാലിലും കയ്യിലും എല്ലാം തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ എല്ലാം വാഷ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, സുന്ദരിയല്ലേ? അപ്പോൾ അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പഴയ വീഡിയോസ് കൂടെ ഒക്കെ കാണണം. ഓക്കെ, ടാറ്റാ.